നമസ്കാരം. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, എന്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരെ, സഖാക്കളെ, അതുപോലെ സൈബർ കമ്മികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, കാണാൻ സാധ്യതയില്ല, കാണുന്നുണ്ടെങ്കിൽ അവസാനം വരെ വീഡിയോ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണം. കാര്യം എന്തായാലും നിങ്ങൾ തെറി വിളിക്കും. തെറി വിളിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. തെറിവിളിയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ആധാരം. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ആ തെറിവിളിയെ അവഗണിച്ചുകൊണ്ട് നമ്മൾ പോകുന്നത്. നമ്മൾ വിഷയത്തിലേക്ക് വരാം. 10 വർഷക്കാലം ഇവിടെ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇവിടെ ഭരിച്ചു. ആദ്യത്തെ CPM മന്ത്രിസഭ 5 വർഷം, അത് കഴിഞ്ഞിട്ട് വീണ്ടും 5 വർഷം, അങ്ങനെ 10 വർഷം. ഈ 10 വർഷത്തിലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ 2 വ്യത്യസ്ത സ്വഭാവങ്ങളാണ് കണ്ടത്. രണ്ടാമത്തെ പകുതിയിൽ പക്ക ഗുണ്ടയായി എന്ന് പറഞ്ഞാൽ ഒരു തനിഷ്ഠക്കാരനായി, ഒരു എന്താ പറയാ, ഞാനാണ് എല്ലാം, ഞാൻ പറഞ്ഞോളണം എന്ന ഒരു തമ്പുരാൻ ഒരു മനോഭാവത്തോടു കൂടി എല്ലാവരോടും ധാർഷ്ട്യത്തോടെ പെരുമാറി ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം പരാജിതനായതിന്റെ ഫലമായിട്ടാണ് പാർട്ടിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നത്. അല്ലാതെ പാർട്ടി എന്തെങ്കിലും ചെയ്തിട്ടാണോ? ഒന്ന് ചിന്തിക്കൂ. CPM എന്ന് പറയുന്ന ആ പാർട്ടിയോ അല്ലെങ്കിൽ അതിന്റെ ഭരണ സംവിധാനമോ അതിൽ വികസന പ്രവർത്തനങ്ങൾ അടക്കമുള്ള മറ്റ് ജനനന്മകൾ ഇല്ലാഞ്ഞിട്ടാണോ ഈ പാർട്ടി തോറ്റു തുന്നം പാടിപ്പോയത്? എന്തുകൊണ്ടാണ്? ചിന്തിക്കണം. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, പിണറായി എന്ന് പറയുന്ന ഒരു ഏകാധിപതിയുടെ ധാർഷ്ട്യം. ആ ധാർഷ്ട്യത്തെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വെറുത്തു. രണ്ടാമത്, കമ്മികൾ എന്ന് പറയുന്ന, സഖാക്കളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, കമ്മികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ അഴിഞ്ഞാട്ടം. ഈ അഴിഞ്ഞാട്ടം കാരണം അതും ഇവിടെ സമാധാനപരമായി ജീവിക്കണം എന്ന് കരുതുന്ന ആ വിഭാഗങ്ങൾ മുഴുവൻ അതിനെയും എതിർത്തു. ഈ 2 എതിർപ്പുകളുമാണ് ഇപ്പോൾ UDF അനുകൂലമായിട്ടുള്ള വോട്ടായി മാറി UDF അധികാരത്തിൽ ഇത്രയും ഒരു ദയനീയമായ തോൽവി CPM ഏറ്റുവാങ്ങി വൻപിച്ച എന്ന് പറഞ്ഞാൽ അവർ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വലിയൊരു ഭൂരിപക്ഷം നേടി UDF അധികാരത്തിൽ കയറാൻ കാരണം. അവിടെ നമുക്ക് ഉറപ്പാകുന്നത് ഇവിടുത്തെ UDF നേതൃത്വത്തിന്റെ എന്തെങ്കിലും തരത്തിലുള്ള മികവ് കൊണ്ടാണ് അവർക്ക് ഇപ്പൊ ഈ ഭരണം കിട്ടിയത് എന്ന് കരുതണ്ട എന്നാണ്. ഒരിക്കലും അതല്ല, നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം. ഇവിടെ LDF സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം. അവസാനത്തെ 5 വർഷം നമ്മൾ ഏറ്റവും അധികം വെറുക്കുന്നതാണല്ലോ ഈ കഴിഞ്ഞ 5 വർഷം. ആ 5 വർഷത്തിൽ ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ളത് എന്തൊക്കെയാ? അതിനു മുമ്പ് കാട്ടിക്കൂട്ടി എന്തൊക്കെ നോക്കൂ. 10-60 കൊല്ലത്തിന് മേലെയായി നമ്മുടെ ഈ കേരളപ്പിറവിക്ക് ശേഷം മര്യാദയ്ക്ക് ഇവിടെ സർക്കാർ ഭരിച്ചു തുടങ്ങിയിട്ട്, പല സർക്കാരുകൾ ഇടതും വലതും മാറി ഭരിക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മൾ കേരളത്തിന്റെ അടിസ്ഥാന വികസനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവസാനം എത്തി നിൽക്കുന്നത് വയനാട് തുരങ്കപ്പാതയാണ്. ഒരു ഇച്ഛാശക്തിയുള്ള ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ കേരള വളർച്ച എന്ന സങ്കല്പം, അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ വയനാട്ടിലെ തുരങ്കപ്പാത എന്ന് പറയുന്നത്. പൂർത്തിയായിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. നോക്കൂ, ഈ സർക്കാർ തുടങ്ങുന്നതിന് മുമ്പ്, ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പിണറായി സർക്കാർ, 2ാം പിണറായി സർക്കാർ തുടങ്ങുന്ന സമയത്ത് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന സഫാരിയുടെ ചീഫ് എഡിറ്റർ, അതിന്റെ ഓണർ, അദ്ദേഹം റിയാസുമായി സംസാരിച്ചിരുന്ന ഒരു സംസാരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. മുഹമ്മദ് റിയാസ് എന്ന ആ വ്യക്തി ലോകം കണ്ട വ്യക്തിയായ സന്തോഷ് ജോർജ് കുളങ്ങരയെ വിളിച്ചിരുത്തി സംസാരിച്ചത് അത് അന്ന് വലിയ വാർത്തയായിട്ടില്ല എന്നുണ്ടെങ്കിലും അതിനുശേഷം സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാനോ നടക്കാനോ കഴിയാത്ത ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കില്ല എന്നുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോന്നു. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് ഉൾക്കൊണ്ട കാര്യങ്ങൾ ക്രമാനുഗതമായി മുഹമ്മദ് റിയാസ് നടപ്പിലാക്കുന്നത് നമ്മൾ കണ്ടു. നോക്കൂ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റോഡുകൾ നോക്കൂ. വളരെ മെച്ചപ്പെട്ട റോഡുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ മെച്ചപ്പെട്ട റോഡുകൾ, തീരദേശ റോഡുകൾ. ഒന്നും വേണ്ട, റിയാസ് റീൽസ് എടുത്തതിന് ഞാനടക്കമുള്ളൊരു ട്രോൾ ഇട്ടു. ആ ട്രോൾ ഇടാൻ കാരണം പൊളിഞ്ഞു വീണപ്പോൾ റിയാസ് കാലുമാറി ഓടിയതിനാണ്. അങ്ങനെ ഓടേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. നിർമ്മാണപ്പിഴ വരും, അത് തിരുത്തിക്കൊണ്ട് പോയാൽ മതി. കൂരിയാടിന് തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. കൂരിയാട് ഇന്ന് വലിയ പാലമായി മാറിക്കഴിഞ്ഞു, അവിടെ വയഡക്റ്റായി മാറിക്കഴിഞ്ഞു. അന്ന് മണ്ണ് പൊളിഞ്ഞു പോയ ആ സ്ഥലത്ത് അതിന്റെ കാര്യങ്ങൾ അവർ നോക്കിക്കോളും. പൊളിയാണെങ്കിൽ അവരത് പണിഞ്ഞെടുക്കും, കാരണം അതിന്റെ ഉത്തരവാദിത്വം അവർക്കുണ്ട്. പക്ഷെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന LDF ഒരു പ്രതിനിധി, അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് NH-66 ആവശ്യമായ സ്ഥലം എടുത്തു കൊടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് അത് പണിയെടുക്കാൻ സാധിച്ചത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഇതേ NH-ലൂടെ വണ്ടി ഓടിച്ച് വടക്കോട്ടൊന്ന് യാത്ര ചെയ്യണം, കാർ ഓടിച്ചു പോകണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കേരളം വിട്ടു കഴിഞ്ഞാൽ ഇപ്പൊ മംഗലാപുരത്തിന്റെ കുറച്ച് ഭാഗത്ത് ചില വയഡക്റ്റുകൾ കാണാം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പോയാൽ അങ്ങ് ഗോവ അതിർത്തി, കാർവാർ, ആ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നാഷണൽ ഹൈവേ 66 എന്ന ഒരു സംഗതി പണി നടക്കുന്നുണ്ട് എന്ന് പോലും ആർക്കും അറിയില്ല. അങ്ങനെ യാതൊരു ഒന്നുമില്ല. ഇപ്പോ ശിരൂർ അർജുന്റെ ലോറി
പുഴയിലേക്ക് പോയ ഭാഗമുണ്ടല്ലോ, ഗംഗാവാലിയുടെ ആഴങ്ങളിലേക്ക് അർജുൻ പോയ ആ സ്ഥലത്ത് 4 വരി റോഡായിരുന്നു അന്നെങ്കിൽ ഇന്നത് 2 വരിയാണ്. 2 വരി മാത്രമേ ഉള്ളൂ. ബാക്കി 2 വരി മണ്ണ് മൂടിപ്പോയി. ആ മണ്ണെടുത്ത് മാറ്റിയിട്ടില്ല. കാര്യം ആ മണ്ണെടുത്ത് മാറ്റിയാൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ വയഡക്റ്റുകൾ ഉണ്ടായി വരേണ്ടതുണ്ട്. അങ്ങനെ പറ്റുള്ളൂ അവിടെ. പക്ഷെ അതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും അവിടെ നടത്തിയിട്ടില്ല. യാതൊന്നും അവിടെ നടത്തിയിട്ടില്ല. അതായത് NH-66 ഇന്ന് ടോൾ കൊടുത്തായാലും അല്ലെങ്കിലും ഇവിടെ സഞ്ചരിക്കാൻ പാകത്തിൽ ഇത്ര പെട്ടെന്ന് പൂർത്തിയായതിൽ ഇടതുപക്ഷ സർക്കാരിന്, പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിന് പങ്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുപോലെ പാലങ്ങൾ നിങ്ങൾ നോക്കൂ. കേരളത്തിൽ ഞാൻ ഓരോ പാലത്തിന്റെയും വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും തങ്ങൾക്ക് പുറം ലോകവുമായി ജലപാതയല്ലാതെ വഞ്ചിയോ തോണിയോ ജീവൻ പണയം വെച്ചിട്ടുള്ള മാർഗങ്ങളല്ലാതെ നടക്കില്ല എന്ന് കരുതിയിട്ടുള്ള പല ഇടങ്ങളിലേക്കും 10,000 10,000 ആൾക്കാർ മാത്രം താമസിക്കുന്ന, അല്ലെങ്കിൽ 10,000 2,000 പേര് മാത്രം താമസിക്കുന്ന തുരുത്തുകളിലേക്ക് പോലും വലിയ പാലങ്ങൾ, വമ്പൻ പാലങ്ങൾ ഉണ്ടാക്കി അവരെ മെയിൻലാൻഡുമായി ബന്ധിപ്പിച്ച ഒരു സർക്കാരാണ് കടന്നുപോയ സർക്കാർ. ഞാൻ പറയുന്നത് CPM-നെ നമ്മൾ വിമർശിക്കുന്നുണ്ട്, പിണറായി വിജയനെ നമ്മൾ വിമർശിക്കുന്നത് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിഫറന്റ് ആംഗിൾസ് എന്ന് പറയുന്ന എന്റെ ചാനലിൽ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഈ കമ്മികൾ കാണുന്നില്ല. കമ്മികൾക്ക് അവരെ വിമർശിക്കുന്ന പോസ്റ്റർ താഴെ ഒന്ന് തെരുവിളിക്കാനാണ് താല്പര്യം. കാര്യം നല്ലതിനോട് അവർക്ക് താല്പര്യമില്ലല്ലോ. എന്തുകൊണ്ട് CPM തോറ്റു എന്നെനിക്ക് പറയാനുണ്ട്. അതിലേക്കുള്ള ആമുഖമായാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ കെട്ടിടങ്ങൾ എങ്ങനെ പൊളിഞ്ഞു വീണു, എത്ര കോടി അഴിമതി നടത്തി, എത്ര കോടി പുട്ടടിച്ചു എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ അതിന്റെ രീതിയിൽ ഇനിയിപ്പോ അടുത്ത സർക്കാർ അധികാരത്തിൽ വന്നല്ലോ, അവർ അന്വേഷിക്കട്ടെ. അഴിമതി കഥകൾ കിഫ്ബിയുടേതായാലും എന്തിൻ്റെതായാലും പിടിച്ച് പുറത്തു കൊണ്ടുവരുമ്പോൾ ആരാണ് അതിൽ കുറ്റം ചെയ്തിട്ടുള്ളത്? ഇനി മുഹമ്മദ് റിയാസ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും പിണറായി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി കിഫ്ബിയുടെ ആരാന്ന് വെച്ചാൽ അവരൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ശിക്ഷിക്കപ്പെടട്ടെ. അതിന് ആംബിയറുള്ള ഒരു ഭരണസമിതി ആയിരിക്കും. ഇനി 5 കൊല്ലം ടൈം ഉണ്ടല്ലോ, അവരത് നടത്തട്ടെ. പക്ഷെ ഏതൊക്കെ വിധത്തിൽ എങ്ങനെയൊക്കെ പുട്ടടിച്ചു എന്ന് പറഞ്ഞാലും അടിസ്ഥാന വികസനങ്ങളിലെ പ്രധാന കെട്ടിട സമുച്ചയങ്ങൾ നോക്കൂ. ഈ സ്കൂളുകൾ ഇപ്പൊ എനിക്ക് നേരിട്ട് തന്നെ അറിയാവുന്ന പൂക്കോട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, ആ സ്കൂളിന്റെ ഒരു 10 വർഷം മുമ്പുള്ള കഥ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ എങ്ങനെയായിരുന്നു എന്ന്. അവിടുത്തെ ഹൈസ്കൂളിന്റെയും UP സ്കൂളിന്റെയും ക്ലാസ് മുറികൾ കടമെടുത്തിട്ടാണ് ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് അവിടെ ചെന്ന് നോക്കൂ ഇന്ന് ഏത് വിധത്തിലാണ് എന്ന്. പിണറായി സർക്കാർ എങ്ങനെ കട്ടുമുടിച്ചു കഴിഞ്ഞാലും ഇതുപോലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് മറ്റേത് സർക്കാരിനേക്കാളും എന്നത് വസ്തുതയാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഈ സർക്കാർ എന്നിട്ടും എന്തുകൊണ്ടാണ് 8 നിലയിൽ പൊട്ടി അധികാരം പോയി 10-13 മന്ത്രിമാർ വീട്ടിലിരിക്കേണ്ട ഒരു ഗതികേട് വന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് കെട്ടിവെച്ച കാശ് കിട്ടിയോന്നിന് ഈ വോട്ടിന്റെ ശരാശരി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ദയനീയമായി പരാജയപ്പെട്ടു. ലോകത്തെ 1-ാം നമ്പർ മന്ത്രി, എന്റെ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞ വീണ ജോർജ് വോട്ടെണ്ണലിന്റെ ഒരു ഭാഗത്ത് പോലും, ഒരു സ്ഥലത്ത് പോലും തന്റെ എതിരാളിയുടെ മേലെ കടന്നില്ല എന്ന് പറയുമ്പോൾ, ഒരു തവണ പോലും ലീഡ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ എത്ര ദയനീയമായിട്ടാണ് ഈ സർക്കാർ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കണം. 2 വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടായിരുന്നു, ഉന്നത വിദ്യാഭ്യാസവും അല്ലാത്ത വിദ്യാഭ്യാസവും. രണ്ടും തകർന്ന തരിപ്പണമായി പോയി. അതുപോലെ തന്നെ വനം പോയി, എല്ലാം പോയി. അതായത് കാതലായ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മുഴുവൻ ആൾക്കാരും തോറ്റ് തുന്നം പാടിപ്പോയി. കേരളത്തിലാകെ UDF തരംഗം ആഞ്ഞടിച്ചുകൊണ്ട് കോഴിക്കോടിന്റെ മണ്ണിൽ, കോഴിക്കോട് LDF അല്ലാതെ ആരും ജയിക്കില്ല, അങ്ങനെയുള്ള ആ മണ്ണിൽ എല്ലാവരും തകിടം മറിഞ്ഞ് തലകുത്തി നിന്നപ്പോ അവിടെ ഒരാൾ മാത്രം എഴുന്നേറ്റ് നിന്നു, മുഹമ്മദ് റിയാസ്. അതും കുറഞ്ഞ ഭൂരിപക്ഷമേ ഉള്ളൂ, പക്ഷെ എങ്കിലും അയാൾ എഴുന്നേറ്റ് നിന്നു. അത് ഇതൊക്കെ കൊണ്ടാ. അപ്പൊ ഇത്തരം ചില കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും ജനങ്ങൾക്ക് ഇത്ര സുഖമായി ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും ഈ സർക്കാർ തോറ്റിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. പിന്നെ എന്തുകൊണ്ട് UDF ജയിച്ചു എന്നതിന്റെ കാരണം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. തോറ്റതിന്റെ 2 കാരണങ്ങളിൽ ഒന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ആ അധികാരിയുടെ, സർവാധികാരിയുടെ ധാർഷ്ട്യം. അതാണ് ഏറ്റവും പ്രധാനം. ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം, ഒരു സമൂഹത്തോട് എങ്ങനെ പ്രതികരിക്കണം, മറ്റുള്ളവരെ എങ്ങനെ കാണണം എന്നതിനെ കുറിച്ച് യാതൊരു ലക്ഷ്യവുമില്ല. ഈ സംസ്ഥാനത്തെ 3.5 കോടി ജനങ്ങൾ മുഴുവൻ അടിമകളാണ്. അവരുടെ രാഷ്ട്രീയ പേക്കൂത്തുകൾക്ക് അടിമയായി നിന്നുകൊടുക്കാൻ, അവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഓച്ചാനിച്ച് റാൻ മുകളിൽ നിന്നുകൊള്ളാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന വിധത്തിലുള്ള ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, അഹങ്കാരകരെന്ന ഒരു ധാർഷ്ട്യം. ആ ധാർഷ്ട്യത്തിന് കേരളം കൊടുത്ത മറുപടിയാണിത്. അത് കൊടുത്തത് ഇവിടുത്തെ ബാക്കിയുള്ള പാർട്ടിക്കാർ മാത്രമല്ല, CPM-കാരും. കാരണം കേരളത്തിലെ കനൽ എന്നത് ഒരു തരി കേരളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കനൽ കെടാതെ സൂക്ഷിക്കേണ്ടത് ഇവിടുത്തെ CPM-കാരുടെ നിർബന്ധമായിരുന്നു, അവരുടെ ആഗ്രഹമായിരുന്നു എന്നത് മനസ്സിലാക്കണം. അത് CPM-കാരുടെ മാത്രമല്ല, അത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെയും മറ്റു ചിലരുടെയും ഒക്കെ ആഗ്രഹമാണ്. രണ്ടാമത്തെ കാരണം, തോറ്റതിന്റെ രണ്ടാമത്തെ കാരണം ഇവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങൾ എന്ന് പറയുമ്പോൾ കമ്മികൾ.
കമ്മികളായ ഒരു വിഭാഗം അവർ മാത്രമാണ് ഈ തമ്പുരാന്റെ കീഴിൽ ജീവിക്കേണ്ടത് എന്ന ചിന്തയിൽ ബാക്കിയുള്ളവരെ മുഴുവൻ പഞ്ഞിക്കിട്ട് ഈ സംസ്ഥാനത്തെ സമാധാനം തകർത്ത കുറെ ദേശദ്രോഹികൾ അവരാണ് സത്യത്തിൽ ഈ പാർട്ടിയെ നശിപ്പിച്ചതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇന്നലെയും കണ്ടു അത്തരത്തിലുള്ള കുറെ പാർട്ടികളെ പാലക്കാട്ട്, ഒരെണ്ണത്തിന് കുറെ സാമൂഹ്യ ദ്രോഹികളെ, കുറെ കമ്മികളെ. അവർ CPM പ്രവർത്തകർ എന്ന് വിളിക്കാൻ ഒക്കില്ല, പാർട്ടിക്കാരെന്ന് വിളിക്കാൻ പറ്റൂല. പാർട്ടിക്കാരുടെ പേരിൽ നിൽക്കുന്ന കുറെ ഗുണ്ടകൾ, കുറെ സൈബർ ഗുണ്ടകൾ, കമ്മികൾ. നോക്കൂ, ഇന്നലെ രമേശ് പിഷാരടി അവിടെ അവരുടെ വിജയാഹ്ലാദ പ്രകടനം നടത്തിപ്പോകുന്നു. അതിനിടയിലേക്ക് കല്ലെറിയേണ്ട ആവശ്യം എന്താ? അല്ലെങ്കിൽ അതിനെ അലങ്കോലപ്പെടുത്താൻ നോക്കേണ്ടതില്ല. എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? ഇതിനു മുമ്പ് CPM പല പരിപാടികളും നടത്തിയിട്ടുണ്ട്, DYFI പല പരിപാടി നടത്തിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഏതെങ്കിലും UDF-കാരനോ അതല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനോ ആരെങ്കിലും അതിനകത്ത് കല്ലെറിയോ പ്രതിഷേധിക്കുകയോ എല്ലാം ചെയ്തു? ആഹ്ലാദ പ്രകടനം എല്ലാവർക്കും അവകാശമുള്ളതല്ലേ? അല്ലെങ്കിൽ പിന്നെ ആരും നടത്തരുത്. ചാണ്ടി ഉമ്മനെ പോലെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണം. അയാളും തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നല്ല ആഘോഷം വാഹനത്തിൽ പാട്ടും പൈത്തും വെച്ച് പോകുന്നത് കണ്ടു. ഇവിടെ അവരുടെ വിജയം ആഘോഷിക്കാൻ അവർക്ക് അവകാശമുണ്ട്. നമ്മൾ എന്തോ കാട്ടി എന്തോ ചെയ്തു, നമ്മുടെ പ്രവർത്തനം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലിരിക്കേണ്ടി വന്ന ഉത്തമ ബോധത്തോടുകൂടി മര്യാദയ്ക്ക് ഇരിക്കാൻ പോലും അറിയാത്ത ഈ ഗുണ്ടകൾ, ആ ഗുണ്ടകളുടെ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനം തന്നെയാണ് പിണറായിയെയും ഈ സർക്കാരിനെ വീട്ടിലിരുത്തിയത്, ഈ മന്ത്രിമാരെ മുഴുവൻ തോൽപ്പിച്ചതെന്ന് പറയാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റൂ? ഇന്നലെ പാലക്കാട്ട് കാണിച്ചിട്ടുള്ള ഒരൊറ്റ കാര്യം തന്നെ ഉദാഹരണം എടുത്ത് നോക്കിയാൽ, നവകേരള സദസ്സിന്റെ കാലത്ത് ജനങ്ങളുടെ പരാതി നേരിട്ട് കേൾക്കാത്തത് കൊണ്ട് യൂത്ത് കോൺഗ്രസിന് ഒരുപാട് പരാതി ഉണ്ടായിരുന്നു. പ്രതിഷേധ പ്രകടനം ഒരു കൊടിയെടുത്ത് ഒരു തുണിയെടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോ ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ പ്രവർത്തകരും SFIയുടെ ഗുണ്ടകളും ഇവരെല്ലാം ആരിഫ് മുഹമ്മദ് ഖാന്റെ മുന്നിൽ കാണിച്ചത് എന്താണ്? ആരിഫ് മുഹമ്മദ് ഖാന്റെ മുന്നിലേക്ക് കരിങ്കൊടിയല്ലാതെ പിന്നെ എന്ത് കൊടിയാണ് നിങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ടിറങ്ങിയത്? അവിടെ പോലീസുകാരുടെ തണലിലാണ് ഇവർ ഇത് മുഴുവൻ കാണിച്ചു കൂട്ടിയത്. അതായത് ഭരണഘടനാ പ്രകാരം കേരളത്തിലെ ഒന്നാമത്തെ പൗരനായിട്ടുള്ള ഗവർണർക്ക് മുന്നിൽ ഇവർ ചാടി വീണ് ഇത്തരത്തിൽ കോലങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഗുണ്ടായസം കാണിക്കുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിക്കണ്ടേ? അതായത് ഇവരൊക്കെ ഭരണത്തിൽ ഇരുന്നാൽ, ഇവരൊക്കെയാണ് നാളെ അധികാരം ഏൽപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ജനത്തിന്റെ ഗതി എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടവർ. അപ്പോ ഈ പാർട്ടിയെ നന്നാക്കിയെടുക്കാൻ, പാർട്ടിയെ നന്നാക്കിക്കൊണ്ട് ഇതിനെ നിലനിർത്താൻ ഇവിടെ മാത്രം ബാക്കിയുള്ള ഒരു അല്പം കനൽ, ആ കനൽ ഊതിപ്പെരുപ്പിച്ച് ഒന്ന് വളർത്തിയെടുക്കാൻ ഇവിടുത്തെ സഖാക്കൾ തീരുമാനിച്ചു. എന്തേ നിങ്ങൾക്കത് മനസ്സിലാകാത്തത്? ഈ സൈബർ ഗുണ്ടകൾക്ക് എന്താ മനസ്സിലാകാത്തത്? ഈ കമ്മികൾക്ക് എന്താ മനസ്സിലാകാത്തത്? നിങ്ങളിത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയധികം ദയനീയമായ ഒരു തോൽവി വരില്ലായിരുന്നു. ഈ തോൽവിയിൽ നിന്ന് നിങ്ങൾ പഠിക്കുക വേണ്ടത്. ഈ തോൽവിയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ ബാക്കിയുള്ളവരുടെ തലക്കേറിന്ന് നിരങ്ങാണ്. ഇന്നലെ പാലക്കാട്ടതിനെ തുടക്കം കുറിച്ചേക്കാം. ഇനി ഞങ്ങൾ പ്രതിപക്ഷത്താണുള്ളത്, ഞങ്ങൾ ഇനി അഴിഞ്ഞങ്ങട്ടാടും, സകലയിടത്തിനെ തല ഞങ്ങൾ അടിച്ചു പൊളിക്കും, എല്ലാം ഞങ്ങൾ നശിപ്പിക്കും എന്ന ഒരു സ്വഭാവത്തിൽ ഇറങ്ങി വരികയാണ്. ആദ്യം മാറ്റേണ്ടത് ഈ സ്വഭാവമാണ്. ഈ സ്വഭാവം ഇന്ന് വർത്തമാനകാല ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ജനങ്ങൾ ഇഷ്ടപ്പെടാത്തത് നിങ്ങൾ കൊടുത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ തോറ്റത്. ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് നിങ്ങൾ കൊടുത്താലും ഒരെണ്ണമെങ്കിലും ഇഷ്ടപ്പെടാത്തത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടപ്പെടാത്തതായിരിക്കും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നല്ല റോഡുകൾ കൊടുത്തിട്ടും, നല്ല കെട്ടിടങ്ങൾ കൊടുത്തിട്ടും, നല്ല പാലങ്ങൾ കൊടുത്തിട്ടും, അവർക്ക് ആവശ്യമായ അടിസ്ഥാന വികസനങ്ങൾ കൊടുത്തിട്ടും എന്തിന് വയനാടുകാരുടെ സ്വപ്നം ആ ചുരത്തിൽ ഒരു മണിക്കൂർ കുടുങ്ങി കിടന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആകെ അങ്കലാപ്പനാണ്. ചിലപ്പോ 24 മണിക്കൂർ അവിടെ കിടക്കേണ്ടി വരും. ഒന്ന് മൂത്രം ഒഴിക്കാൻ ഇറങ്ങി പോകാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ കുടുങ്ങി കിടക്കുന്നവനെ അവന്റെ വേദന അറിയുള്ളൂ. വയനാടിനെ പോലുള്ള ഒരു പ്രദേശത്തേക്ക് ഒരു തുരങ്കപാത എന്ന സ്വപ്നം, അതിന് തുടക്കം കുറിച്ചത് പിണറായി മന്ത്രിസഭയല്ലേ? അതിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് അല്ലേ? ആണല്ലോ. അപ്പൊ അത്രയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടും നിങ്ങൾ ഈ ആന്റി സോഷ്യൽസ് ആയിട്ടുള്ള ഈ സൈബർ ഗുണ്ടകളും ഈ കമ്മികളും ചേർന്ന് നടത്തുന്ന ഗുണ്ടായിസവും അതുപോലെ പിണറായി എന്ന ഏകാധിപതിയുടെ ധാർഷ്ട്യവും, ഇത് രണ്ടും ഈ പാർട്ടി നശിപ്പിക്കും എന്ന് മനസ്സിലായപ്പോ ഈ പാർട്ടിയെ നന്നാക്കിയെടുക്കാൻ ഒരു തിരിച്ചടി ആവശ്യമാണ് എന്ന് പാർട്ടിയെ സ്നേഹിക്കുന്ന സഖാക്കൾ തീരുമാനിച്ചത് കൊണ്ടാണ് LDF-ന്റെ കോട്ടയിൽ, അതായത് ഒരു ബൂത്ത് ഏജന്റ് പോലും മറ്റൊരു പാർട്ടിയുടെ ഇരിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ പോലും UDF പിടിച്ചെടുത്തത്. അല്ലാതെ UDF-ന്റെ മികവ് കൊണ്ടാണെന്ന് ആരും കരുതണ്ട. ഇനി ഈ സഖാക്കളെല്ലാം കൂടി CPM-നെ നന്നാക്കാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നന്നാക്കാൻ വേണ്ടി എന്തുകൊണ്ട് BJP-ക്ക് വോട്ട് കൊടുത്തില്ല, കോൺഗ്രസിന് വോട്ട് കൊടുത്തു? അതിന് മറുപടി വേണം. ഇന്നത്തെ BJP-യുടെ കേരളത്തിലെ നിലപാട് എന്ന് പറയുന്നത് CPM-ന്റെ നിലപാട് പോലെ തന്നെയാണ്. ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അവരിവിടെ അഴിഞ്ഞാടുമെന്ന് ജനം ഭയക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ നോക്കൂ, പാലക്കാട് പിഷാരടി തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് പോകുമ്പോൾ തന്നെ തടഞ്ഞു നിർത്തി അയാൾ എന്തെല്ലാം പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം 3 സീറ്റ് കിട്ടിയതിനു ശേഷം 1-2 സ്ത്രീകൾ വളരെ മോശമായി സംസാരിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നു.
വളരെ മോശമായി മറ്റുള്ളവരെ തെറി വിളിക്കുന്നു. അതായത് ഇവിടെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ, കുറച്ച് സ്ഥാനങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ ആശയങ്ങൾ പിൻപറ്റാത്ത, അല്ലെങ്കിൽ അവരല്ലാത്ത മറ്റാരും ഇവിടെ വേണ്ട, ബാക്കിയുള്ളവരെല്ലാരും ഇവിടെ നിന്ന് പൊയ്ക്കോണം എന്ന നിലയിൽ അവരെ മോശമായി പ്രതികരിച്ച്, അവരെ അപമാനിച്ച്, അവഹേളിച്ച് അവർക്ക് ദുരന്ത ജീവിതം കൊടുക്കും എന്ന് അവർ ഭയപ്പെടുന്നു. അത് തന്നെയല്ലേ ഇവിടെ CPM ഗുണ്ടകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ഒന്നാ. അല്ലെങ്കിൽ BJP കൊടുത്താലും അവർക്ക് കണക്കാ. കാരണം അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഈ പാർട്ടിയെ ശുദ്ധീകരിച്ച് ഭരണം തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അത് അവരുടെ ലക്ഷ്യമാണ്, അത് മനസ്സിലാക്കണം. LDF എന്ന് പറയുന്ന CPM നേതൃത്വം കൊടുക്കുന്ന ഈ പാർട്ടിക്ക് നിലനിൽക്കാൻ കേരളമാണ് ഏറ്റവും നല്ല മണ്ണ് എന്നും ഇവിടെ നിന്നാണ് കനലൊരുതരി പെരുക്കി കൊണ്ടുവരേണ്ടത് എന്നും അത് ഊതിക്കെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്ന് ഇവിടുത്തെ സഖാക്കൾ തീരുമാനിക്കുമ്പോൾ അവർ അതേപോലെ തന്നെ നേരെ വറചട്ടിയെ ഊതിപ്പെരുക്കിയില്ല. പകരം തൽക്കാലം UDF കയറി ഇരിക്കട്ടെ, അവരാകുമ്പോൾ അവിടെ ഇരുന്നോളും എന്ന് കരുതി അങ്ങോട്ട് കൊടുത്തു. അടുത്ത 5 വർഷം അവരവിടെ ഇരുന്നോട്ടെ, മര്യാദയ്ക്ക് ഭരിക്കട്ടെ, അവരെ ബുദ്ധിമുട്ടിക്കേണ്ട മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അതിനുശേഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ഭരണകോട്ടങ്ങൾ മുഴുവൻ ചൂണ്ടിക്കാണിച്ച് അവരുടെ ന്യൂനതകളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഈ മലയാളി ജനതയുടെ മുന്നിൽ എടുത്തു വെക്കണമെന്നുണ്ടെങ്കിൽ CPM-ന് വീണ്ടും ഭരണം തരും. ആരാ പറഞ്ഞ് തരില്ല എന്നുള്ളത്? പക്ഷെ അതിന് ഒരു തിരുത്തൽ വേണം. ഏകാധിപതിയുടെ ഗുണ്ടായിസമോ ഇപ്പോ നടക്കുന്ന ഈ അനിസോഷ്യസ് ആയിട്ടുള്ള കമ്മികളുടെ ഈ വിധത്തിലുള്ള അഴിഞ്ഞാട്ടമോ, ഇത് രണ്ടും ഇനിയുള്ള കാലം കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതൊക്കെ തിരുത്തി സൈബർ ഇടങ്ങളിലും മറ്റിടങ്ങളിലും എല്ലാം മര്യാദയ്ക്ക് സംസാരിച്ച് ഇടപെട്ട് നല്ല ഒരു പാർട്ടിയാണ് നമ്മുടെ സംസ്ഥാനത്തെ നയിക്കാൻ പാകതയും പക്വതയുമുള്ള ഒരു സമൂഹത്തെ അവർ വാർത്തെടുക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം എല്ലാ ഇടങ്ങളിലും ജനങ്ങളിലേക്ക് കൊടുത്തല്ലാത്ത CPM-ന് തിരിച്ചറിവില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറിക്കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കിക്കൊണ്ട് സാമൂഹിക ഇടപെടലുകൾ നടത്തി കഴിഞ്ഞാൽ CPM രക്ഷപ്പെടും. അല്ല എന്നുണ്ടെങ്കിൽ ഈ CPM ഇതോടുകൂടി തീർന്നു. അതായത് ലോകത്ത് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ നിലവിൽ വന്ന നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ലോകത്തെ അവസാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനവും പോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തും. Different angles. Don't forget to subscribe and support this channel.